അതേ ഇപ്പോൾ നമ്മൾ ഈ വിവാദമായതെന്ന് പറയുന്നത് എന്താണ്? തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത കാന്തപുരം ഉസ്താദിന്റെ ജാഥയുടെ സമാപനത്തിന്റെ പ്രസംഗമല്ലേ? അതിലും എന്താ അദ്ദേഹം പറഞ്ഞത്? ശരി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ വലിയ സത്യത്തിൽ എന്താണ് വലിയ അഭിലാഷേ, സത്യത്തിൽ അത് സജി ചെറിയാനല്ലേ അതിനെ വർഗീയവൽക്കരിച്ചു? അല്ല, സജി ചെറിയാൻ പറഞ്ഞത് സജി ചെറിയ പിൻവലിച്ചു, അത് വേറെ വിഷയം. പക്ഷേ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പരിപാടിയിൽ പോയി മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്, ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അവിടെ മറ്റൊരു സമുദായ നേതാവിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം വേണമായിരുന്നു. കോൺഗ്രസ് പോലൊരു പാർട്ടി ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി എന്നുള്ളതിനെ ആ തരത്തിൽ കാണേണ്ട ഒരു വിഷയമുണ്ട്. അതൊരു ചർച്ചാ വിഷയമായിട്ട് വന്നിരുന്നു. അത് കേരള രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത CPI തന്നെ, ഞങ്ങളല്ലോ പറഞ്ഞത്. CPI പറഞ്ഞു, അതിന് മുമ്പ് പലരും പറഞ്ഞു. അതൊരു കോൺഗ്രസ് UDF നേതാക്കളൊക്കെ ചർച്ചാ വിഷയമായിട്ട് നിന്ന ഒരു കാര്യമാണ്. പേരെടുത്ത് പറയാതെ സതീശൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ല, അത് എല്ലാവർക്കും വ്യക്തമാവില്ല ആരാണ് കാറിൽ കയറിയത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണല്ലോ. ഞാൻ ഇനി ചോദിക്കുകയാണ്, ഇനി അങ്ങോട്ടുള്ള കാലത്ത്, ഇനി തെരഞ്ഞെടുപ്പിന് 3 മാസമുണ്ട്, വെള്ളാപ്പള്ളി നടേശന്റെ കാർ യാത്രാ വിവാദം ഇനി ഉന്നയിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു യാത്രാ വിവാദം മാത്രമായിട്ടൊന്നും ഇത് ചുരുങ്ങുന്നില്ലല്ലോ. ജനകീയ പ്രശ്നങ്ങളല്ലേ ഞങ്ങൾ ഏറ്റവും ശക്തമായിട്ട് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, വന്യമൃഗശല്യം, തീരദേശ മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അഴിമതി, അക്രമ രാഷ്ട്രീയം, ദീസ് ആർ ദി ഇഷ്യൂസ്. അല്ല, ഇനി ഒരു വെടിനിർത്തലെങ്കിലും ഏറ്റവും കുറഞ്ഞത് അവരുമായിട്ട് ചർച്ച നടത്തുമോ നടത്താതിരിക്കും, അതിനപ്പുറത്ത് ഇനി വെള്ളാപ്പള്ളി നടേശനെയും പ്രകോപിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം ഇൻഡിവിജ്വൽ ആക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇനി പ്രകോപനപരമായ പരാമർശം, അത് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലായാലും സുകുമാർ നായരുടെ കാര്യത്തിലായാലും സമുദായ നേതാക്കളെ പ്രകോപിപ്പിക്കുന്ന നടപടികളോ വർത്തമാനങ്ങളോ ഇനി ഉണ്ടാവില്ല എന്ന് ആഭ്യന്തരമായെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ആവശ്യമായത് മാത്രമേ പറയുള്ളൂ. വളരെ ശ്രദ്ധിച്ച് തന്നെ കാൽവെപ്പുകൾ, ചുവടുവെപ്പുകൾ. ഇപ്പോ വെച്ച ചൂടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് ആത്മവിമർശനപരമായി ആലോചിക്കുന്നുണ്ട്? ഇല്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. തിരുത്താവുന്നതും യോജിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. തിരുത്തലിന് ഇനി എവിടെയാണ് സ്കോപ്പ്? ഈ രണ്ട് നേതാക്കൾ അവർ രണ്ടുപേരും ഇടഞ്ഞു നിൽക്കുകയാണ്. അവിടെ തിരുത്തലിനുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അവരുമായി സംസാരിക്കുക, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി. നല്ല സൗഹൃദത്തിലാണ് ഞങ്ങൾ അധികം പേർക്കുള്ളത്, എല്ലാവർക്കും തന്നെയുള്ളത്, സതീശനും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സൗഹൃദത്തിന് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രിഡ്ജ് ചെയ്യാൻ ഞങ്ങൾ പരിഹരിക്കും. നേരിട്ട് സുകുമാരൻ നായരുമായി ചർച്ച നടത്താൻ തയ്യാറാണ്. വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിക്കാൻ തയ്യാറാണ്. എന്തൊക്കെയാണ് ആവശ്യമെന്ന് ആലോചിച്ച് തീരുമാനിച്ച് നടപടിയെടുക്കും.